പലിശയ്ക്ക് വാങ്ങിയ പണത്തിന്റെ പേരിലെ തർക്കത്തെ തുടർന്ന് JCB കൊണ്ട് വീട് ഇടിച്ചു നിരത്തിയെന്ന വാർത്തയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുഴിച്ചാണിയിലാണ് ഈ സംഭവം ഉണ്ടായത്. സോന അജീഷ് ദമ്പതികളുടെ വീടാണ് ഇടിച്ചു നിരത്തിയത്. അസ്ഥി പൊടിയുന്ന രോഗത്തിന് ഭർത്താവിന്റെ ചികിത്സയ്ക്ക് കടം വാങ്ങിയതാണ് തുകയെന്നാണ് സോന ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും അത്യധികം ഗൗരവമുള്ള ഗുരുതരമായ ഒരു വിഷയമാണ്. പൈസ കടം വാങ്ങി അത് മടക്കി കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ വീട് കയറി കിടക്കാനുള്ളൊരു വീട് അത് ഇടിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചിരിക്കുന്നു. സോന ഞങ്ങളോട് പറഞ്ഞതിന്റെ ശബ്ദ സന്ദേശം കേൾക്കാം. അഖിലെന്ന് പറയുന്ന കാഞ്ഞിരംകുളത്ത് അഖിലെന്ന് പറയുന്ന പയ്യന്റെ കയ്യിൽ ഞാൻ 2.5 ലക്ഷം രൂപ വാങ്ങിച്ചു. അപ്പൊ അതിന് ഉറപ്പായിട്ട് ഞാൻ എന്റെ 7 സെന്റ് വസ്തു ഞാൻ അവർക്കും കൊടുത്തു. രജിസ്റ്റർ ചെയ്താണ് കൊടുത്തത് വിലയാധാരമായിട്ട്. 6 മാസത്തിനകം ഞാൻ ചേട്ടാ എടുത്തോളാം, എന്റെ അത്യാവശ്യമായതുകൊണ്ടാണ് എന്റെ ഹസ്ബൻഡിന് വയ്യാതെയാണ് വസ്തു വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ധനീഷ് എന്ന് പറയുന്ന ആള് വഴി ഈ അമൃതഘോഷം എന്ന് പറയുന്ന ആളെ ഞാൻ പരിചയപ്പെടുന്നു. അപ്പൊ ഇവരാണ് ഈ അഖിലുമായിട്ട് സംസാരിച്ച് എന്റെ അടുത്ത് സംസാരിച്ച് 12 ലക്ഷം രൂപയ്ക്ക് വില ഉറപ്പിച്ചു. എന്നിട്ട് ഈ ധനീഷ് അമൃതഘോഷിന്റെ അടുത്ത് 8 ലക്ഷത്തിനാണ് വസ്തു വിൽക്കണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് 12ഉം അയാൾക്ക് 8ഉം പറഞ്ഞിട്ടുണ്ട്. 26/10 രജിസ്ട്രേഷൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു തരാം, പ്രമാണം എഴുതി തരാം, ആധാരം ഞാൻ എഴുതി തരാം, എന്റെ വസ്തുവല്ലേ, നിങ്ങൾ പിന്നെ ചെയ്താൽ മതി, ഞാൻ ആധാരം എഴുതി തരാം. അപ്പൊ പറഞ്ഞു വേണ്ട, നീ എല്ലാ പ്രമാണം എന്റെ കൊണ്ടുള്ള നമ്മൾ എഴുതിക്കൊള്ളാന്ന് പറഞ്ഞു. ഇവരെന്നിട്ട് ആ പ്രമാണത്തിന് 4,10,000 രൂപ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത്. ഈ അഖിലെന്ന പാർട്ടി ആ 4,10,000 രൂപ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്നിട്ട് ഞാൻ പറഞ്ഞ് എന്നിട്ട് അഖിലെന്ന് പറയുന്ന പയ്യൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് പൈസ വേണം, പൈസ തന്നാലേ ഞാൻ ഒപ്പിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഞങ്ങൾക്ക് എന്റെ ഹസ്ബൻഡിനായാലും അത് പറഞ്ഞിട്ടായിരുന്നു ആദ്യം പൈസ വാങ്ങണം. ഇവരെ നമുക്ക് നന്നായിട്ട് അറിയാം, നല്ല വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു. ഞാൻ എന്ത് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന അന്ന് തന്നെ ഈ അഖിലെന്ന് പറയുന്ന അണ്ണന് ഇവരെ 2,50,000 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അക്കൗണ്ടിൽ 50,000 രൂപ കയ്യിലും കൊടുത്തു, അക്കിന് കൊടുത്തു. 4 മണിക്ക് രജിസ്ട്രേഷൻ തീരും. 3:45 ഇവർ പറഞ്ഞത്. തിരിച്ച് ഒപ്പിട്ടിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും കയ്യിൽ പൈസയില്ല. 15 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. ഈ 15 ദിവസം കാലാവധി വരുന്ന ഒരു എഗ്രിമെന്റ് എഴുതി തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് എഗ്രിമെന്റ് എന്തിന്, നിങ്ങളെ നമുക്കറിയാമല്ലോ, നമ്മളെല്ലാം അറിയാന്നുള്ള ആൾക്കാരല്ലേ, എഗ്രിമെന്റ് എന്തിന്, അത് 15 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും സോനയുടെ ആ വാക്കുകളിൽ എന്തൊക്കെയോ ആശയക്കുഴപ്പം അവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എഗ്രിമെന്റിന് തയ്യാറായില്ല ഈ പലിശയ്ക്ക് നൽകിയ ആൾ എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. വി അരുൺ വിശദമായി തന്നെ ഇതെന്താണെന്ന് പറയും. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള സ്ഥലത്താണ് ഈ ഒരു സംഭവം. ഇവരുടെ സോനയുടെ വീടുള്ളത്. അവിടെ ഇന്ന് JCB കൊണ്ടുവന്ന് ഈ അമൃതഘോഷും ധനേഷും ഉൾപ്പെടെയുള്ളവർ വീട് ഇടിച്ച് നിരത്തുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഈ സോന പറഞ്ഞത് സോന 12 ലക്ഷം രൂപയ്ക്ക് സോനയ്ക്ക് 2 ലക്ഷം രൂപ കടമാകുന്നു. 12 ലക്ഷം രൂപയ്ക്ക് വീട് വിറ്റ് ആ കടം വീട്ടാൻ കുറച്ച് മറ്റു കടങ്ങൾ കൂടിയുണ്ട്, തീർക്കാൻ വേണ്ടിയാണ് അമൃതഘോഷിനെയും ധനേഷിനെയും ഏൽപ്പിക്കുന്നത്. പക്ഷെ അത് 8 ലക്ഷം രൂപയ്ക്കാണ് അവർ വീട് വിറ്റത്. എന്നിട്ട് സോനയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ തുക കൊടുക്കാതെ കബളിപ്പിക്കുകയായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ആ തുക നൽകാതെ കബളിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് വീട് ഇടിച്ചു നിരത്തടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇവർ കടന്നത്. ഏതായാലും ഈ പ്രതികളിൽ 2 പേരെ ഇപ്പോൾ പാറശാല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ അമൃതഘോഷും ധനേഷുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. സോനയും ഈ പാറശാല പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. വീട് വാങ്ങി ആദ്യം പ്രശാന്ത് ആളുടെ കയ്യിലാണ് ഇത് വാങ്ങിയത്. ആൾക്ക് വീട് മറിച്ചു കൊടുക്കുമെന്നാണ് നേരത്തെ പറഞ്ഞത്. ഏതായാലും അതിൽ അയാൾക്ക് എത്ര രൂപ കിട്ടിയെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അയാളും ഈ കേസിൽ പ്രതിയാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. സോനയുമായി നമ്മൾ സംസാരിച്ചു, പക്ഷേ സോന ഫോൺ പെട്ടെന്ന് കട്ടായി പോവുകയായിരുന്നു. സോന ഇപ്പോൾ പാറശാല പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇന്ന് രാവിലെ ഇവരുടെ വീട് ഇടിച്ചു നിരത്തി JCB കൊണ്ടുവന്ന വീട് ഇടിച്ചു നിരത്തുകയായിരുന്നു. ഈ പണം നൽകുന്നതിന് പകരം അവർക്ക് വീടിന് നേരെ ആക്രമണം ഈ രീതിയിൽ JCB കൊണ്ടുവന്ന് ആ വീട് മുഴുവൻ ഇടിച്ചു നിരത്തുകയായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് പറയുന്നത് ഈ 2 ലക്ഷം രൂപ കടം വാങ്ങി അത് തിരികെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് വീട് അവർ എഴുതി കൊടുത്തു. പിന്നീട് അത് വീട് സ്ഥലം വിറ്റ് പണം നൽകാമെന്ന് പറയുമ്പോഴാണ് ഈ രീതിയിൽ അവർക്കെതിരെ ഈ ഒരു നടപടിയുമായി മുന്നോട്ട് പോയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളുകളാണ്. പ്രശാന്ത് എന്നയാളാണ്
6/10 കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 31 ഇവർ 2 ലക്ഷം രൂപ അഖിലിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അതിനെ ഈടായി നൽകിയത് സാധാരണഗതിയിൽ പ്രമാണവും മറ്റും ഈടായി നൽകാറുണ്ട്. പക്ഷെ ഇവിടെ ഇവർ വീടും 7 സെന്റ് സ്ഥലവും വീടും ഈ സോനയും ഭർത്താവും ചേർന്ന് അഖിലിന്റെ പേരിൽ എഴുതി കൊടുക്കുകയായിരുന്നു. 6 മാസത്തിനുള്ളിൽ തിരികെ എടുക്കാമെന്നുള്ളതായിരുന്നു വ്യവസ്ഥ. പിന്നീട് അവർക്ക് പണം തിരികെ നൽകാൻ കഴിയാതെ പോയി. അപ്പോഴാണ് ധനീഷ് എന്നയാൾ വന്ന് ഈ വീട് വിൽക്കാമെന്നൊരു ആശയവുമായി വരുന്നത്. ധനീഷ് ഈ വീട് വിറ്റു നൽകാമെന്ന് പറഞ്ഞ് 12 ലക്ഷം രൂപയ്ക്ക് വിറ്റു നൽകാമെന്ന് സോനയോട് പറയുകയും 8 ലക്ഷം രൂപയ്ക്ക് അഖിലിനോട് 8 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് അവർ വീട് എഴുതി വാങ്ങിയത്. ആ എഴുതി വാങ്ങിയ ശേഷമാണ് ഇത്തരത്തിൽ ഇവർക്ക് പണം കൊടുക്കാതെ കബളിപ്പിച്ചത്. തുടർന്ന് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇറങ്ങിക്കൊടുക്കാൻ സോന തയ്യാറായില്ല. അങ്ങനെ അവരെ പുറത്താക്കാൻ വേണ്ടിയാണ് ഇന്ന് JCBയുമായി എത്തി ഈ വീട് ഇടിച്ചു തീർത്തത്. അതായത് 2 ലക്ഷം രൂപ കടം വാങ്ങുന്നു, 12 ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും അവർ വിൽക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതും ചെയ്യാതെ ഒരു തുകയും കൊടുക്കാതെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെയാണ് സോന ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പാറശാല പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടു. അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 2 പേർ കസ്റ്റഡിയിലുണ്ട്. ഒരാളെ കൂടി വൈകാതെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. പണം കടം കൊടുത്തതിന്റെ പേരിൽ മാത്രമല്ല, അതിനുശേഷം ആ സ്ഥലം തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഏറ്റവും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ചെയ്യുമ്പോഴുള്ള ഒരു ഭീതിയാണ് അവരുടെ ഭാഗത്തുണ്ടായത്. നമ്മൾ JCB കൊണ്ട് വീട് ഇടിച്ചു തീർത്തതൊക്കെ സ്വാഭാവികമായും എന്തിന്റെ പേരിലായാലും അത്തരം കാര്യങ്ങൾ വലിയ ഗൗരവത്തോടെ പോലീസും കാണുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും തുടരന്വേഷണം ഉണ്ടാകും. സോനയും ഭർത്താവും, സോന ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അവരുടെ മൊഴിയെടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കേസിന്റെ എത്ര രൂപയ്ക്ക് ഇവർ വീട് വിറ്റു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാകുകയുള്ളൂ. തീർച്ചയായും VV അരുണാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ന്യൂസ് 18 പുറത്തുവിടുന്ന ഈ വിഷയം വലിയ ഗൗരവമുള്ളതാണ്. അവർക്ക് എത്രയോ ദുരിതപൂർണമായ ജീവിതമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. സോനയുടെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് സോനയുടെ ഭർത്താവ് അജീഷ് ഗുരുതരമായ രോഗത്തിന് അടിമയാണ്. അദ്ദേഹത്തിന് എല്ല് പൊടിയുന്ന രോഗമാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അജീഷ് പോയപ്പോൾ കിടപ്പാടം വിറ്റെങ്കിലും അജീഷിന്റെ ചികിത്സ നടപ്പാക്കണമെന്ന ഒറ്റ ലക്ഷ്യമേ സോനയ്ക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെയും കബളിപ്പിക്കൽ നടന്നു എന്നുള്ളതാണ്. പറഞ്ഞ പൈസ കൊടുക്കാതെ ആ 12 ലക്ഷം അജീഷിന്റെ ചികിത്സയ്ക്കായാണ് സോന കടം വാങ്ങിയത്. പക്ഷെ ആ പൈസ കൊടുക്കാതെ വീട് സ്വന്തമാക്കുകയും തട്ടിപ്പ് നടത്തിയെന്ന് തന്നെ പറയാം. വീട് സ്വന്തമാക്കുകയും അത് ഇടിച്ചു നിരത്തുകയും ആ കുടുംബത്തിന് കിടപ്പാടമില്ലാതാക്കുകയും ചെയ്ത വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് ന്യൂസ് 18 ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും